അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആബിദ ബിൻത് അബ്ദുസ്സമദ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹിഫ്ള് ചെയ്യുമ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറയാനാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ദുനിയാവിൽ കിട്ടുന്നത് മനസ്സിന്റെ സമാധാനം. ഖുർആന് ഹൃദയത്തിൽ പതിഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള വിഷാദം, ഭയം, ആശങ്ക ഇതൊക്കെ കുറഞ്ഞു തുടങ്ങും. നമുക്ക് ഭയങ്കര സമാധാനമാവും. നമ്മളെല്ലാം അള്ളാഹ്ക്ക് തവക്കൽ ചെയ്യാൻ തുടങ്ങും. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങും. പിന്നെ ദിവസവും നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഓർമ്മശക്തിയും ഏകാഗ്രതയും ഒക്കെ കൂടും. നമുക്ക് ഫോക്കസ് കിട്ടും. നമ്മുടെ നിസ്കാരത്തിലും ഖുർആനോത്തിലും അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ല ഓർമ്മശക്തിയും ഏകാഗ്രതയും കിട്ടും. പിന്നെ നമ്മൾ സമയം മാനേജ്മെന്റ് ചെയ്ത് ശീലിക്കും. ഹിഫ്ള് ചെയ്യുന്നവർക്ക് ഒരു ദിവസക്രമം സ്വാഭാവികമായിട്ടുണ്ടാവും. നമുക്ക് ഹിഫ്ള് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയിലും സമയത്തും ചെയ്ത് ശീലിക്കും. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. പഠനത്തിലും ജോലിയിലും കുടുംബജീവിതത്തിലും ഒക്കെ അനുഗ്രഹം നിറഞ്ഞു. ഹൃദയത്തിന്റെ പ്രകാശം. ഖുർആൻ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ദൈവിക മാർഗനിർദ്ദേശം ലഭിക്കും. കൃത്യതയും നിയന്ത്രണവും. ഹിഫ്ള് ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ നിയന്ത്രിതമായ ശീലം വളരും. നമുക്ക് ഒരു കൃത്യത ഉണ്ടായിരിക്കും. ഇത്ര പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അതുപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു നിയന്ത്രണം നമുക്കത് സ്വയം ഉണ്ടാക്കാൻ കഴിയും. ശ്രേഷ്ഠമായ വ്യക്തിത്വം. ശീലങ്ങളിലും സ്വഭാവത്തിലൊക്കെ നല്ലൊരു മാറ്റം സംഭവിക്കും. നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമില്ലാത്ത പല സാഹചര്യങ്ങളുണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മളിങ്ങനെ മാറി മാറി വരും. മറ്റുള്ളവരിൽ ബഹുമാനം. സമൂഹത്തിൽ ഹാഫിളായി അറിയപ്പെടുന്നവർക്ക് വലിയ ബഹുമാനവും ആദരവും കിട്ടും. മനോവീര്യം. പ്രതിസന്ധികളിൽ ക്ഷമയും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നു. പിന്നെ നല്ല സുഹൃത്ത് വലയങ്ങൾ. ഹിഫ്ള് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നല്ല സൗഹൃദങ്ങളും ആത്മീയ ബന്ധങ്ങളും ഉണ്ടാവും. അതായത് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നത് ആഖിറത്തേക്കുള്ള മഹാനുഗ്രഹത്തിനൊപ്പം ദുനിയാവത്തെ ജീവിതത്തിലും ആരോഗ്യത്തിലും സ്വഭാവത്തിലും മാനസിക സമാധാനത്തിലൊക്കെയും വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ആഖിറത്തിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രത്യേക ബഹുമാനം. ഹാഫിളിനെ അള്ളാഹു തന്റെ പ്രിയപ്പെട്ട ദാസനായി വിളിക്കും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉന്നത ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന്. അപ്പം അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ കാര്യം, ഹിഫ്ള് ചെയ്തവന്റെ മാതാപിതാക്കൾക്ക് അവസാന ദിവസം മഹ്ശറേന്ന് പ്രകാശിക്കുന്ന കിരീടവും ആഭരണങ്ങളും ലഭിക്കുന്നതാണ്. അതുപോലെ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനം. ഓരോ ആയത്തും ഓതുമ്പോഴും സ്വർഗത്തിൽ ഓരോ നില ഉയർത്തി കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളെ വേണ്ടപ്പെട്ടവർക്ക്, നമുക്ക് നമ്മളെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കൊക്കെ നമുക്ക് ഷഫാത്ത് ചെയ്യാൻ കഴിയും. നമുക്ക് മാത്രമല്ല സ്വർഗത്ത് പോകാൻ കഴിയുന്നത്. ഫുള്ളാക്കുന്നതോടുകൂടി നമ്മളെ വേണ്ടപ്പെട്ടവരെയും കൂടി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹുവിന്റെ കൂട്ടത്തില് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവർ അള്ളാഹുവിന്റെ പ്രത്യേക ദാസന്മാരാണ്. അഹ്ലുല്ലാ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. അപ്പം അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തില് നമുക്ക് ഉൾപ്പെടാൻ കഴിയും. പിന്നെ ശിക്ഷകളിൽ നിന്ന് രക്ഷ. ഖുർആൻ ഹൃദയത്തിൽ പതിപ്പിച്ചവർക്ക് മഹ്ശറിലെ ദിവസം സുരക്ഷയും സംരക്ഷണവും ലഭിക്കും. അന്ന് ശിക്ഷകളൊന്നും ഉണ്ടായിരിക്കില്ല. ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവർക്ക് മഹ്ശറിന്റെ ദിവസം മുഖത്ത് പ്രകാശം ഉണ്ടായിരിക്കും. ആ പ്രകാശത്തോടു കൂടിയായിരിക്കും നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നത്. ഹിഫ്ള് ചെയ്തവന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നുണ്ട്. മാതാപിതാക്കൾ തെറ്റ് ചെയ്താൽ പോലും ഹിഫ്ള് ആയവന് ദുആ ചെയ്താൽ അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവര് സ്വർഗത്തിലേക്ക് കടത്തും. അള്ളാഹുവിന്റെ വചനത്തോട് അടുത്ത് നിൽക്കും. നമ്മളെ ഖുർആന് ഹൃദയത്തിൽ ഉണ്ടായതിനാൽ ഹാഫിള് അള്ളാഹുവിന്റെ വചനത്തോട് സദാ അടുത്തവനായിരിക്കും. ഖുർആൻ മനസ്സിലാക്കി പാലിച്ച് അതുപോലെ ജീവിച്ച ഹാഫിളിന് അള്ളാഹു ജന്നത്ത് ഉറപ്പ് നൽകും, സ്വർഗം ഉറപ്പ് നൽകും. അപ്പം ചുരുക്കി പറഞ്ഞാല് ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നവർക്ക് ആഖിറത്തിലെ മഹാനായ ബഹുമാനവും ജന്നത്തിലെ ഉയർന്ന സ്ഥാനവും
കുടുംബത്തിനും മാതാപിതാക്കൾക്കും ഷഫാത്ത് ലഭിക്കും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ഹിഫ്ള് ജേണി എത്രയും പെട്ടെന്ന് ആരംഭിക്കാം. ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഹിഫ്ളിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് വരുന്നതാണ്. കൂടാതെ സ്ത്രീകൾക്ക് ഖുർആൻ ഹിഫ്ള് ആക്കണം, അല്ലെങ്കിൽ ഖുർആൻ ഒന്നും കൂടി ഉഷാറാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ. അപ്പം ഫ്രീ ഖുർആൻ ഹിഫ്ള് വാട്സപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് മാത്രമായിട്ട്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ. അപ്പോൾ ഇനി ഇൻഷാ അള്ളാ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.